ഹലോ, പ്ലാന്റ് സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് കാറ്റക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ പറ്റിയാണ്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്, മാത്രമല്ല ഇതൊരു ഹാങ്ങിങ് പ്ലാന്റും കൂടി ആയിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഭൂരിഭാഗം ആൾക്കാർക്കൊന്നും ഈ പ്ലാന്റിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഈ ക്രിസ്മസ് കാറ്റക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ലീഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്ലവേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അടിപൊളി പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റക്സ്. അതായത് ഇതിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഹാങ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിൻ്റർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ. വിൻ്റർ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നമ്മുടെ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഫ്ലവറിങ് തരിക. ഒരുപാട് കളേഴ്സിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. പിങ്ക്, വൈറ്റ്, ഓറഞ്ച്, റെഡ്, ലൈറ്റ് പിങ്ക് എന്നീ കളറിലൊക്കെ നമുക്ക് ഈ ഫ്ലവർ കാണാൻ പറ്റും കേട്ടോ. കുറച്ച് കെയറിങ് ഒക്കെ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൺലൈറ്റ് വാട്ടറിങ് ഒക്കെയാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓവറായിട്ട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല ഈ പ്ലാന്റിന്. ഈ കാണുന്നതൊക്കെ അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ലീഫ് തന്നെയാണ് നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കട്ടിങ് വരുന്ന ഭാഗമാണ് നമ്മൾ എടുക്കുക. ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്നൊക്കെ പറയുന്നത് സാധാരണ നോർമലായിട്ടുള്ളത് തന്നെ മതി. ജൈവവളങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിന് ഏറ്റവും ബെറ്റർ. ചാണകം പോലുള്ള ഐറ്റംസ് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതിൽ ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വിൻ്റർ സീസൺ പ്ലാന്റ് ആണ്. ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു ടൈമിലാണ് ഇത് നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ ആയിട്ട് നിൽക്കുക. ഡിസംബർ ജനുവരി മാസങ്ങളിൽ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് ക്രിസ്മസ് കാറ്റക്സ് എന്ന് പേര് വന്നത്. ആ സമയങ്ങളിലൊരു പ്രത്യേക ഭംഗിയാട്ടോ, ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിൽക്കണ കാണാൻ. കാറ്റക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ഒരു കള്ളിമുൾ ചെടികൾ എന്നൊക്കെ പറയില്ല, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ കാറ്റക്സ് എന്ന് പറയുന്നത്. ഇതും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഐറ്റമാണ്. ഇതിനെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ഇതിൻ്റെ ലീഫിലൊക്കെ നിറച്ച് മുള്ളുകളായിരിക്കും കേട്ടോ. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് സോയിലിൻ്റെ കൂടെ തന്നെ ചാണകപ്പൊടി, കോക്കോ പീറ്റ്, ഉമി അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഈ പ്ലാന്റിന് വളരെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരും. അതുപോലെ തന്നെ നിറയെ പൂക്കളും തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു ചട്ടി നിറയെ പൂക്കളായിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ 6 കളറിൻ്റെ ഒരു കോംബോ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. 6 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. 6 പ്ലാന്റിനും കൂടി ആകെ വരുന്നത് 199 രൂപയാണ്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ജിഫി പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അപ്പോൾ വേണ്ടവർക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.